ഹായ്. ബോഗൻവില്ല പൂക്കളിപ്പോൾ ഇഷ്ടപ്പെടാത്തതാരാ അല്ലേ? നല്ല നല്ല കളറ്, എന്തെല്ലാം കളറാ ഇപ്പോൾ ബോഗൻവില്ലകളും. ഞാൻ ഇന്ന് ഹാങ്ങിങ് ബോഗൻവില്ലേനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഹാങ്ങിങ് ബോഗൻവില്ല ഏതെല്ലാം വെറൈറ്റി ചെടികൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഹാങ്ങിങ് ആയിട്ടിടാൻ പറ്റും എന്നുള്ളത്. നല്ല നേർത്ത കമ്പ് വരുന്നതായിരിക്കും, വായിക്കുന്ന ചെടികളായിരിക്കണം. അതായത് ഹവായി വൈറ്റ്, ഇതാ ഇപ്പോൾ ഇതിൽ കാണുന്നത്. അതേപോലെ ബ്ലൂബെറി ഐസ്, ഇതാ ഇപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നതാണ് ഞാൻ ഇത് ഹാങ്ങിങ് ചെയ്തിരിക്കുന്നത്. ബ്ലൂബെറി ഐസും ഉണ്ട്, ഹവായി വൈറ്റും ഉണ്ട്. ഞാൻ മെയിനായിട്ട് പോട്ടിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വെയിറ്റ് കുറഞ്ഞിരിക്കണമല്ലോ, നമുക്ക് ഹാങ്ങിങ് ആയിട്ട് തൂക്കുമ്പോൾ എപ്പോഴും വെയിറ്റ് കുറഞ്ഞിരിക്കണം. അതിനുള്ള പോട്ടി മിക്സാണ് ഞാൻ എടുക്കുന്നതെന്ന് പറയാം. സാധാരണ നമ്മൾ ചകിരിച്ചോറ് ഇതിനെടുക്കാറില്ല ബോഗൻവില്ല പോട്ടിങ്ങിന്. ഇതിലിപ്പോൾ ചകിരിച്ചോറാണ്. ഞാൻ ഒരു ഭാഗം ചകിരിച്ചോറും ഒരു ഭാഗം ചാണകപ്പൊടിയും ഒരു ഭാഗം മണ്ണ് കുറച്ചാണ് എടുക്കുന്നത്. കുറച്ച് എല്ലുപൊടിയും കൂടെ ഇതിൽ ചേർക്കണം. ഈ 4 എണ്ണവും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമാണ്. ഈ പ്ലാന്റാണ് ഞാൻ പോട്ട് ചെയ്യാൻ പോകുന്നത്. പോട്ട് കുറച്ച് നല്ല വലിയ പോട്ടായിരിക്കണം. ഹാങ്ങിങ് അതേപോലെ ഹോളുള്ളതായിരിക്കണം. ഈ സാധാരണ നമ്മൾ പോട്ടിലെല്ലാം അടിയിൽ കല്ലെല്ലാം ഇടും. ഇത് വെയിറ്റൊന്നും ഹാങ്ങിങ്ങിന് നമ്മൾ അങ്ങനെ ഇടില്ല. വെളിയിലോട്ടൊന്നും അങ്ങനെ വേര് കൂടുതൽ ഹാങ്ങിങ് ഇട്ടേക്കുന്നതിന് വരാറില്ല. മറ്റേ വെള്ളം കെട്ടി നിൽക്കാറില്ലല്ലോ. കുറച്ച് ഭാഗം ഇട്ടിട്ട് ബാക്കി നമ്മൾ ഞാൻ ഇപ്പോൾ ഇട്ടപ്പോൾ അത് കുറച്ച് ചെറിയ പ്ലാന്റാണ് ഇതിൻ്റെ. ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ വേണ്ടി വളരെ ചെറിയ പ്ലാന്റാണ് എടുത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ പോട്ടി മിക്സ് ഇതേപോലെയുള്ള പോട്ടി മിക്സ് തന്നെയാണ് ഞാൻ നട്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വേരിനൊരു ഇതും വരാതെ വിധത്തിൽ വെക്കണം. ഇതിപ്പോൾ വെയിറ്റൊക്കെ നല്ല കുറവായിരിക്കും. നമുക്ക് തൂക്കിയിട്ടാലും ഒന്നും വെയിറ്റ് കൂടുതലായിട്ട് തോന്നില്ല. അത് നല്ല പൂവും പൂക്കും. ഞാൻ ഇപ്പോൾ അങ്ങനെയൊക്കെ പോട്ട് ചെയ്തതാണ് ഈ കിടക്കുന്നതെല്ലാം. കുറച്ച് ദിവസമേ ആയുള്ളൂ, ഒരുപാട് നാളായില്ല. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ നല്ല നമുക്ക് തിക്കായിട്ട് പൂവായിരുന്നു. ഇതിപ്പോൾ ചെറിയ പ്ലാന്റുകളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇത്ര സെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലുതായി വരുന്നതെല്ലാം അപ്പം പോവും. ഞാൻ ഇപ്പോൾ വേറൊരു പ്ലാന്റ് കാണിച്ചു തരാം. ആ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ കുറച്ച് നാളെ ആയോളം നട്ടിട്ട്, പക്ഷേ എന്നാലും അവരെ പൂക്കാൻ പെട്ടെന്ന് അനുവദിക്കാതെ അതിൻ്റെ മണ്ട നുള്ളി മാറ്റും. അത് ബുഷാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് നുള്ളി എടുക്കാവുന്നതേ ഉള്ളൂ. വല്ല കത്തിയൊന്നും എടുക്കണ്ട. അതായത് ഞാനൊന്ന് പിടിക്കുമ്പോഴേ വരും. അപ്പോൾ പെട്ടെന്ന് ബുഷാവും. ബുഷായതിന് ശേഷം നമുക്ക് പൂ വരുന്നതായിരിക്കും നല്ലത്. കൂടുതൽ പൂ നിൽക്കുന്നതല്ലേ എപ്പോഴും നല്ലതായിട്ട്. എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്നത് ഫയർ ഓപ്പലാണ്. ഇതെല്ലാം ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ഫ്ലെയിം റെഡാണ്. ഫ്ലെയിം റെഡൊക്കെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് പൂക്കുന്നത്. ആദ്യം പൂത്ത് കഴിഞ്ഞ്. ഈ ചില്ലി ഓറഞ്ചാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ചില്ലി ഓറഞ്ച്. കണ്ട ഫയർ ഓപ്പൽ മാതിരി തന്നെയാണ്. ഈ കാണിക്കുന്ന ചെടികളെല്ലാം തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാം നേരത്തെ ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ അതും ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതാ ചില്ലി റെഡാണ്. ചില്ലി റെഡും ഫയർ ഓപ്പൽ പോലെ പെട്ടെന്ന് നല്ല തിളങ്ങുന്ന നല്ല റെഡ് തന്നെ.
ചില്ലി യെല്ലോയും ഉണ്ട്, അത് പൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതാണ് ഇതാണ് ചില്ലി യെല്ലോ. ഹവായി വൈറ്റ്, ഇതിവിടെ എല്ലാം ഉണ്ട്. റൂബി റെഡ് ഉണ്ട്. ഒരുവിധം ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മിക്കതും ഇതിലുണ്ട്. ഹവായി വൈറ്റ് ഉണ്ട്. പക്ഷേ ഇതൊന്നും അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടാ, അതിൻ്റെ മേലോട്ടല്ലേ, അതിങ്ങനെ എടുക്കാൻ എനിക്ക് കൊണ്ട് കഴിയുള്ളൂ. ഇത് ചില്ലി ഐസ്ക്രീമാണ്. അത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഫ്ലെയിം റെഡും കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റാണ് അത്. ഇനി ഒരു ലോല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അത് എനിക്ക് ഹാങ് ആയിട്ട് ഇഷ്ടമാണ്. അതിലിപ്പം നിറച്ച് പോവില്ല, എന്നാലും നല്ല ചെറിയ വയലറ്റ് കളറുന്ന വെള്ള കളറാണ്. അത് നല്ല ഇതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇനി ഇവിടെ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ നമുക്ക് കാണാം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.